രണ്ട് കൊരിന്ത്യൻസ് 4-ാം അധ്യായത്തിന്റെ അതിന്റെ 13-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഞാൻ വിശ്വസിച്ചവർ ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മ ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുപോലെ സംസാരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെതിരെ ലേഖനത്തില് 2-ാമത്തെ ലേഖനത്തിൽ എഴുതുന്ന വളരെ മനോഹരമായ ഒരു വാചകമാണ്. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. സങ്കീർത്തന പുസ്തകങ്ങൾ ഇത് എഴുതിയ ഒരു വാക്യം, ഒരു വാചകമാണിത്. 116 സങ്കീർത്തനം 10-ാം വാക്യം. അതിന്റെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കും. മലയാളത്തിൽ പക്ഷെ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്, ഇംഗ്ലീഷിലാണ് കറക്റ്റായി കൊടുത്തിരിക്കുന്നത്. അത് ഹല്ലേലൂയ സ്തോത്രം. അത് ഇങ്ങനെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. അപ്പൊ ദാവീദ് പറയുക, ഞാൻ എന്ത് സംസാരിച്ചു എന്നുള്ളത് എന്താണ്? ഞാൻ വിശ്വസിച്ച കാര്യം സംസാരിക്കുന്നു. എന്റെ വിശ്വാസം ഞാൻ നാവെടുത്ത് സംസാരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസത്തെ കാണിക്കുന്നു. അവിടെ എന്ത് വിശ്വസിക്കുന്നു അത് സംസാരിക്കുന്നു. സ്തോത്രം. അപ്പോസ്തലൻ പറയുക, എന്നിട്ട് അപ്പോസ്തലൻ പറയുക, അതുകൊണ്ട് അതേ വിശ്വാസത്തിന്റെ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, സംസാരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതേ വിശ്വാസത്തിന്റെ ആത്മാവ് ദാവീദ് ഇനി രാജാവിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങനെ പറന്നു പൊങ്ങി അപ്പോസ്തലനിലേക്ക് എത്തിയതല്ല. ദാവീദിൽ നിന്ന് തലമുറ മാറി ക്രിസ്തുവിലൂടെ അപ്പോസ്തലന്മാരിലേക്ക് എത്തിയ ഒരു ആത്മാവ്, ആ വിശ്വാസത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറഞ്ഞ കാര്യം, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യം ദാവീദിനെ കോട്ടിട്ട് പറയുമ്പോൾ ദാവീദ് കഴിഞ്ഞുള്ള ദാവീദിന്റെ സന്തതികളിലൂടെ അത് ക്രിസ്തുവേശുവിലെത്തി. അതേ ആത്മാവ്, അതേ വിശ്വാസത്തിന്റെ ആത്മാവ് അപ്പോസ്തലന്മാരിലൂടെ ഒടുക്കത്തെ അപ്പോസ്തലൻ, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്ന ഏറ്റവും ചെറിയവെന്ന് പറയുന്ന അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തലൻ പറയുക, ഞങ്ങളും അത് വിശ്വസിച്ചു, ഞങ്ങൾ നാവെടുത്ത് സംസാരിച്ചു. ഹല്ലേലൂയ. അതേ ആത്മാവ്, അതേ വിശ്വാസത്തിന്റെ ആത്മാവ് പൗലോസ് അപ്പോസ്തലൻ ഉണ്ടെങ്കിൽ, അത് വചനത്തിൽ എഴുതിയെങ്കിൽ നമ്മളിലും അതേ ആത്മാവ് വർക്ക് ചെയ്യുന്നുണ്ട്. അതേ വിശ്വാസം നമ്മളിലുമുണ്ട്. നമ്മൾ നാവെടുത്ത് വിശ്വാസം പറയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. സ്തോത്രം. നമ്മളിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയ വിശ്വാസം ഒട്ടും ചെറുതല്ല. ആ സെയിം ഫെയ്ത്ത് ആണ് നമ്മളിലും ഉള്ളത്. ദാവീദ് സംസാരിച്ച ദാവീദിലുള്ള വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം, പൗലോസ് അപ്പോസ്തലനുള്ള വിശ്വാസം, അപ്പോസ്തലന്മാരുള്ള വിശ്വാസം, അത് നമ്മളിലേക്ക് പകർന്നു കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിൽ ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ നാവെടുത്ത് സംസാരിക്കുന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസമുണ്ടെന്ന് പറയുകയും പലപ്പോഴും നമ്മളത് നമ്മുടെ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിക്കുന്നെങ്കിൽ വിശ്വാസം വ്യർത്ഥമാണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ യാക്കോബ് ലേഖനത്തിൽ പറയുന്നത്. ശരിയല്ലേ? വിശ്വാസമുണ്ടെന്നും പറഞ്ഞു, പക്ഷെ എനിക്കത് എന്റെ പ്രവൃത്തിയിൽ കാണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വിശ്വാസം എന്താ ഗുണമുള്ളേ? ഞാൻ ഒരാളൊരു വാക്ക് പറയും, ആ വാക്ക് എനിക്ക് പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ വാക്കിന് എന്ത് വിലയുള്ളത്? നമ്മൾ പറയും പഴയ വാക്കും പഴയ ചാക്കും ഒരു പെട്ടെന്ന് കീറിപ്പോവും. അതുപോലെ നമ്മുടെ വാക്കുകൾക്ക് വിലയില്ലെങ്കിൽ അതിന് യാതൊരു ഗുണവുമില്ല. നമ്മുടെ വാക്കുകളാണ് നമ്മുടെ ഡിഗ്നിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാറ്റസ് പലപ്പോഴും വെളിവാക്കുന്നത്. മനുഷ്യൻ നമ്മളെ കാണും നമ്മുടെ വാക്കുകളുടെ, ഹല്ലേലൂയ, വാക്കുകൾ എങ്ങനെയുള്ളതെന്ന് നോക്കിയിട്ടാണ് മനുഷ്യൻ നമ്മളെ പലപ്പോഴും വിലയിരുത്തുന്നത്. ദ സെയിം വേ നമ്മുടെ വിശ്വാസം നമ്മളിൽ, ഹല്ലേലൂയ, അത് പ്രവൃത്തിയായി മാറുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിശ്വാസമുണ്ടെന്ന് പറയുന്നെങ്കിലും അത് വലിയ കാര്യമൊന്നുമില്ല എന്നാണ് അപ്പോസ്തലനോട് പറയുന്നത്. അപ്പൊ എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക? നമ്മൾ ആദ്യമായി വിശ്വസിക്കുക. സ്തോത്രം. അതായത് വചനം വിശ്വസിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കർത്താവ് പറയുന്ന, ഈ ബൈബിൾ പറയുന്ന വചനങ്ങളെല്ലാം വിശ്വസിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഒരു എഫേർട്ട് ഉണ്ടല്ലോ വിശ്വസിക്കാൻ കഴിയുന്നത്. വിശ്വാസം എന്നത് ദൈവം നമുക്ക് നൽകുന്നതാണ്. അത് ആഗ്രഹിച്ചാൽ മാത്രം മതി. പരിശുദ്ധാത്മാവിനോട് പറയുക, കർത്താവ് എനിക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. പാട്ടുകാരൻ പറയുന്നത് പോലെ തകർച്ചയിൽ പഴിക്കാതെ ദൈവത്തെ വാഴ്ത്തി ഇയ്യോബിന്റെ വിശ്വാസം നൽകണമേ. ഹല്ലേലൂയ. സ്തോത്രം. ആ വിശ്വാസം നൽകണമേ എന്ന് ഉള്ളൊരു ആഗ്രഹം, ഒന്ന് വർദ്ധിച്ചു വരണേ എന്നുള്ള ആഗ്രഹം. എല്ലാവർക്കും ഒരുപോലെ വിശ്വാസമില്ല. മനുഷ്യനെ പറയുമ്പോൾ ചിലർക്ക് അല്പം കൂടുതലാവും, ചിലർക്ക് അല്പം കുറവാകും. പക്ഷെ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ തരുമ്പോൾ അവിടെ കൂടിയും കുറഞ്ഞൊന്നും പോകുന്നില്ല. അവിടെ വിശ്വാസത്തിന്റെ ഒരു വ്യാപാരം നമ്മളെല്ലാം, അതായത് ഓരോ ഘട്ടങ്ങളിലും എങ്ങനെ വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കണം എന്നുള്ള ആ ഒരു കൃപ നമ്മളിലേക്കെല്ലാം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. നമുക്ക് മനുഷ്യനെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് വേരി ചെയ്യുന്ന കാര്യം അല്ലെ, ഒരു കാര്യമാണ്. അപ്പൊ എനിക്കുള്ള വിശ്വാസമായിരിക്കത്തില്ല സുമയ്ക്കുള്ളതായിരിക്കത്തില്ല അവിടെ ഇരിക്കുന്ന ആൻറ്റിക്കോ അല്ലെങ്കിൽ ആൻറ്റിക്കോ ആർക്കായാലും ഉണ്ടാവണമെന്നില്ല. അപ്പോ ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു ഗിഫ്റ്റാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഒരു എന്താ പറയുന്ന ഒരു ഹെൽപ്പ് ഇല്ലാതെ
വിശ്വാസം സാധ്യമാകാൻ ആദ്യമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. അപ്പോൾ ഈ വിശ്വാസം നമ്മൾ ആ, വിശ്വസിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. എന്നിട്ട് വിശ്വാസത്തെ നമ്മൾ വിശ്വസിച്ച കാര്യം നമ്മൾ തുറന്ന് പറയുക, എടുത്തു പറയുക. അവന്റെ വചനം പറയുന്നത് നിന്റെ നാവില മരണം അധികാരിക്കുന്നു പറയാം. നമ്മുടെ ഏത് പ്രശ്നങ്ങളെ നോക്കി നമുക്ക് പറയാം. രോഗക്കിടക്കാണോ, എന്റെ ദൈവം എനിക്ക് രക്ഷകൻ, എന്റെ യേശു എനിക്ക് വൈദ്യം എന്നുള്ള ആ വാക്കുകൾ നമുക്ക് വിളിച്ചു പറയാം. പലപ്പോഴും കാണുന്ന നമ്മളെ കളിയാക്കാൻ സാധ്യതയുണ്ടെങ്കിലും അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനമാണ്. എന്റെ യേശുവിനെ സൗഖ്യമാക്കുവാൻ മതിയായവൻ, എന്റെ പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരാൻ എന്റെ ദൈവത്തിന് കഴിയും എന്നുള്ള നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം. അത് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ദൈവം ആ വിശ്വാസ പ്രഖ്യാപനത്തിൽ അതിന്റെ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നില്ല. കർത്താവിന് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം ഇല്ലെങ്കിൽ പോലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. പക്ഷെ അത് നമ്മളെ ഒന്ന് ബലപ്പെടുത്തുകയും നമ്മളെ ഒന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഹാലലുയ ഒരു പ്രേരക ശക്തിയാണ് വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഹാലലുയ നമ്മുടെ പറയുന്ന ഓഫ്കോഴ്സ് അഭിഷേകമുള്ള നമ്മുടെ നാവിൽ ജീവനും മരണവും നമ്മുടെ നാവിലേക്ക് വരുമ്പോൾ അതിന് പവറുണ്ട്, ഇല്ലെന്നല്ല. ഓഫ്കോഴ്സ് പവർ. നമ്മുടെ നാവിന്റെ ആ ഒരു വിശ്വാസ പ്രഖ്യാപനം കൊണ്ടല്ല ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ശക്തി എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അത് വേറൊരു കാര്യം. പക്ഷെ നമുക്ക് നമ്മുടെ നാവെടുത്ത് പറയുമ്പോൾ അതിൽ ജീവനും മരണവും ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ നാവെടുത്ത് പറയുന്ന ജീവന്റെ ഓരോ വാക്കുകളും നമ്മുടെ ജീവിത ജീവനായി പരിണമിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ഹാലലുയ. അതുകൊണ്ട് എന്ത് വിശ്വസിക്കുന്നു അത് നമ്മൾ പ്രഖ്യാപിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇത് സാക്ഷ്യങ്ങൾ പറയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സാക്ഷ്യമായി നമ്മുടെ ചർച്ചകളിലെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ തുടർച്ച വന്ന കാര്യങ്ങളാണ്. അത് വെളിപ്പെടുത്തി പറയുക, അത് പറഞ്ഞ് കേൾപ്പിക്കുക, കേൾക്കുന്നവർക്ക് കൂടി വിശ്വാസം വർദ്ധിക്കുക, അത് പറയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മുടെ ഏത് അവസ്ഥകളിലും നമ്മളെല്ലാവരും പ്രതിസന്ധി കടന്നു പോകുന്നവരാ. രോഗത്തിന്റെ അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക വിഷയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തലമുറയെ ഓർത്തുള്ള വേദനകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തെ ഓർത്തുള്ള പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ സമൂഹത്തെ ഓർത്തുള്ള വേദന, അല്ലെങ്കിൽ സുവിശേഷീകരണത്തെ കുറിച്ചുള്ള ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ നോക്കിക്കാണുന്ന ചുറ്റുപാട് നടക്കുന്ന അനീതിയെക്കുറിച്ചുള്ളതായ വേദനകളായിരിക്കും. എങ്ങനെയാണെങ്കിലും ഹല്ലേലൂയ അത് നോക്കി നമ്മൾ വിശ്വാസത്തോടെ അതിനെക്കുറിച്ച് നമുക്ക് ദൈവം നമ്മളെക്കുറിച്ച് പറഞ്ഞ അല്ലെങ്കിൽ വചനം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ തയ്യാറാകുമ്പോൾ മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ മാറിയെന്ന് വരില്ല. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് മാറിയെന്ന് വരാം. കാരണം അത് ഡിപ്പെൻസ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹല്ലേലൂയ പദ്ധതിപ്പെട്ട കാര്യം. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ വിശ്വാസം പ്രഖ്യാപിക്കുക, പ്രതിസന്ധികളിൽ വിശ്വാസത്തെ മുറുകെ പിടിക്കുക, അതിനെ പ്രഖ്യാപിക്കുക, പ്രവൃത്തികൾ തെളിയിക്കുക. സ്തോത്രം. നമ്മുടെ പ്രവൃത്തികളിലൂടെ തെളിയിക്കുവാൻ തൊക്കണം ഇടയാകണം. ഹല്ലേലൂയ, സ്തോത്രം. ഇത്തരം വിശ്വാസമാണ് നമ്മൾ പകർന്നു കിട്ടിയത്. അത് അപ്പോസ്തലന്മാർ ചെയ്തിട്ടുണ്ട്. നോക്കിയ അപ്പോസ്തലന്മാർ, പത്രോസ് അപ്പോസ്തലൻ തന്റെ ആദ്യ പ്രസംഗം ഹല്ലേലൂയ അവര് ചെയ്തത് പ്രതിസന്ധികളുടെ നടുവിലായിരുന്നു. ഭീഷണി നിലയ്ക്ക് തന്നെ ആദ്യമായി ആ സുന്ദരമായ ദേവാലയ ഗോപുരത്തിലേക്ക് പോകുമ്പോൾ പൗലോസ് അപ്പോസ്തലന് അറിയില്ല അദ്ദേഹം കൈവച്ചാൽ ഈ മനുഷ്യൻ എഴുന്നേറ്റ് വരുമെന്ന്. മുടന്തനായ വ്യക്തി എഴുന്നേറ്റ് വരുമെന്ന് അറിയില്ല. പക്ഷെ അവരെന്താ ചെയ്തത്? എനിക്ക് സ്വർണവും വെള്ളിയും തരാനില്ല ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് യേശു ക്രിസ്തു നാമത്തിൽ എഴുന്നേൽക്കാന്ന് പറഞ്ഞു. ഇത് ധൈര്യമായിരുന്നുണ്ടായിരുന്നു അല്ലേ? ആലോചിച്ച് നോക്കി. അതുവരെ അങ്ങനെ യേശു കർത്താവ് ചെയ്തതല്ലാതെ മറ്റാരും ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ തനിക്കും അത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് യേശു കർത്താവ് തന്റെ ഗുരുവിൽ നിന്ന് കേട്ടൊരു വാക്ക് മാത്രമാണ്. ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ ഒരു വാക്ക്, ആ വാക്കുള്ള വിശ്വാസമാണ് പത്രോസ് അപ്പോസ്തലനെ അത് ചെയ്യിപ്പിച്ചത്. അപ്പൊ വിശ്വാസം നോക്കണം. വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ് അവിടെ വെളിപ്പെട്ടത്. നമ്മളും അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നോക്കി ക്രിസ്തു നമ്മൾ പകർന്നാൽ, ക്രിസ്തു യേശു പറഞ്ഞതുപോലെ വിശ്വാസത്തിന്റെ പ്രവർത്തികളെ അപ്ലൈ ചെയ്യാൻ തയ്യാറാവുന്നെങ്കിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ തുടങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. അത് വലിയ കാര്യങ്ങളിലേക്ക് മാറ്റുവാൻ ദൈവം ശക്തനാണ്, വിശ്വസ്തനാണ്. നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ആ ഒരു ബോധ്യത്തോടെ, ആ ഒരു ചിന്തയോടെ ദിവസങ്ങളിൽ നമ്മുടെ ആത്മീയ ജീവിതം മുന്നേറുവാൻ, വിശ്വാസ പ്രഖ്യാപനമായി മാറുവാൻ, വിശ്വാസത്തിന്റെ പ്രഖ്യാപനം മാത്രമല്ല പ്രവൃത്തിയിലേക്ക് മാറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ, ആഗ്രഹത്തോടെ ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ വിശ്വാസത്തോടെ നേരിടാം. നമ്മൾ അതിന്റെ മുമ്പിൽ തകർന്നു പോകാനല്ല, മറിച്ച് വിശ്വാസ പ്രഖ്യാപനത്തോടെ നമ്മുടെ പ്രതിസന്ധികളെ നമുക്ക് നേരിടാം, നമുക്കതിനെ ജയിക്കാം. ദൈവം നമ്മളെ വാക്കുകളായി ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, സ്തോത്രം. തുടർന്ന് നമുക്ക് പ്രാർത്ഥന വിഷയങ്ങൾ ഷെയർ ചെയ്യാൻ